നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ജി സുധാകരനെ CPM-ൽ നിന്നും പുറത്താക്കാൻ നീക്കം. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ പാർട്ടി ഓഫീസിൽ എത്തിച്ച് കൃത്രിമം നടത്തി എന്ന വെളിപ്പെടുത്തലാണ് ജി സുധാകരനെ പാർട്ടിക്ക് പുറത്തേക്ക് തള്ളിവിടുന്നതിന് പാർട്ടിയെ CPM-നെ പ്രേരിപ്പിക്കുന്നത്. സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ വക്കം പുരുഷോത്തമനും CPM-ലെ KV ദേവദാസും ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ പോസ്റ്റൽ വോട്ടുകളെല്ലാം CPM ഓഫീസിൽ കൊണ്ടുവന്ന് അതിൽ കൃത്രിമം നടത്തിയെന്നാണ്, അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി അതിൽ തിരിമറി നടത്തിയെന്നാണ് ജി സുധാകരൻ ഒരു പ്രസംഗമധ്യേ വെളിപ്പെടുത്തിയത്. ഇത് പാർട്ടിക്ക് വലിയ തിരിച്ചടി, രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ താനൊരു ഭാവനയുടെ പുറത്താണ് അതെല്ലാം പറഞ്ഞത് എന്ന് പറഞ്ഞ് ജി സുധാകരൻ മലക്കം മറിയുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് ഏറ്റ പരിക്ക് ചില്ലറയല്ല. CPM നേതൃത്വമാകട്ടെ വളരെ ഗൗരവത്തോടെയാണ് ജി സുധാകരന്റെ ഈ പ്രസ്താവനയെ, ഈ വെളിപ്പെടുത്തലിനെ കാണുന്നത്. നിലവിൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി CPM നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ജി സുധാകരൻ ഇപ്പോൾ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നടപടിയെടുത്ത് പുറത്താക്കാൻ ബ്രാഞ്ച് കമ്മിറ്റിക്ക് അധികാരമുണ്ട്. പക്ഷേ സുധാകരനെ പോലെ ഒരു സംസ്ഥാനതല നേതാവിന് 20 വർഷം MLA-യും 2 തവണ മന്ത്രിയുമായ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിരുന്ന ജി സുധാകരനെ അത്ര പെട്ടെന്ന് വെറുതെ എടുത്ത് പാർട്ടിക്ക് പുറത്തേക്ക് കളയാൻ CPM-നേതായാലും കഴിയില്ല. പക്ഷേ ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് ഇനി നോക്കിയിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് CPM-ന്റെ പക്ഷം. ജി സുധാകരന്റെ കഴിഞ്ഞ കാലത്തെ പല പ്രസ്താവനകളും പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. 2021 അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. അമ്പലപ്പുഴ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചിരുന്നു. അതും പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കാരണം മത തീവ്രവാദികൾ CPM-നുള്ളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു, അതിന്റെ ഫലമായാണ് തനിക്ക് നിയമസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടത് എന്നുവരെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. അതിനുശേഷം പലതവണ പാർട്ടിക്കെതിരെ, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ജി സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായി. തന്നെ പാർട്ടിക്ക് പുറത്താക്കിയാലും കുഴപ്പമില്ല, താനിത് പറയുന്നുള്ള രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും പ്രസ്താവനകൾ നടത്തുകയും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുകയും പാർട്ടിയെ വെട്ടിലാക്കുകയും ചെയ്യുന്നത്. ഇനി അത് പാടില്ല, അല്ലെങ്കിൽ ഇനി അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി CPM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജി സുധാകരനെതിരെ എന്ത് വന്നാലും കർശന നടപടി ഉണ്ടാകണമെന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പക്ഷം. ബ്രാഞ്ച് കമ്മിറ്റിയോട്, ജി സുധാകരൻ അംഗമായ ബ്രാഞ്ച് കമ്മിറ്റിയോട് അനുസൃതമായ, അല്ലെങ്കിൽ പാർട്ടി ഭരണയ്ക്ക് അനുസൃതമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കമ്മിറ്റി നൽകിയെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ജി സുധാകരന്റെ പുറത്തേക്ക് പോകലിലേക്കാണ് നയിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ KR ഗൗരിയമ്മയ്ക്ക് ശേഷം ആലപ്പുഴയിലെ ഒരു തലമുതിർന്ന നേതാവ് കൂടി CPM-ന് പുറത്തേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് KR ഗൗരിയമ്മ പാർട്ടിക്ക് പുറത്തേക്ക് പോയതെങ്കിൽ അതുപോലെ തന്നെ ജി സുധാകരൻ ഇതാ നേതൃത്വത്തെ വെല്ലുവിളിച്ച് പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ പോവുകയാണ്. ഏതായാലും ഗൗരിയമ്മയുടെ അതേ വഴിയെ, ഗൗരിയമ്മയുടെ അതേ വിധി തന്നെയാണ് ജി സുധാകരനെയും കാത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന, പാർട്ടിയെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കുന്ന ഏത് നേതാവ്, അത് എത്ര വലിയ നേതാവായാലും, എത്ര ത്യാഗസമ്പന്ന നേതാവായാലും, അയാൾ പാർട്ടിക്ക് പുറത്തേക്ക് പോകുമെന്ന് തന്നെയാണ് CPM നേതൃത്വം പറയുന്നത്.